ഭീകരതയ്ക്ക് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയത് ഇന്ത്യൻ സേനയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചടുക്കി തിരിച്ചടിച്ചത് മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കർ മാധ്യമ പ്രവർത്തകനാണ്. ഇതേ മുഹമ്മദ് സുബൈർ തന്നെയല്ലേ അത് എന്ന് ചിലർക്ക് സംശയം തോന്നാം. അതെ, ചിലർക്ക് ഒരു കാലത്ത് വില്ലനായിരുന്ന, മറ്റു ചിലർക്ക് നായകനായിരുന്ന അതേ മുഹമ്മദ് സുബൈർ തന്നെയാണ്. അതിലേക്ക് നമുക്ക് എന്തായാലും പിന്നീട് വരാം. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാം. ഇപ്പോൾ ഹീറോ ആയി മാറിയിരിക്കുകയാണ് മുഹമ്മദ് സുബൈർ. ഓൺലൈൻ ഹീറോ, വിവര യുദ്ധ തലവൻ തുടങ്ങിയ വിശേഷണങ്ങളാണ് സോഷ്യൽ മീഡിയ ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ കൂടിയായ മുഹമ്മദ് സുബൈറിന് നൽകുന്നത്. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതിനു പിന്നാലെ പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി വ്യാപകമായ വ്യാജ പ്രചരണമാണ് നടന്നത്. റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, ഇന്ത്യൻ പട്ടാളക്കാരനെ കൊന്നു, ശ്രീനഗറിലടക്കം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി തുടങ്ങിയ വാർത്തകൾ, ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സഹിതമാണ് ഇവർ നൽകിക്കൊണ്ടിരുന്നത്. മുൻ ഇന്ത്യൻ സൈനിക ഓഫീസർ, പ്രതിരോധ വിദഗ്ധൻ, കടുത്ത ഇന്ത്യൻ ദേശീയവാദി, രക്തത്തിൽ പോലും ഇന്ത്യ എന്ന വികാരം ഉൾക്കൊള്ളുന്നവർ, കോൺഗ്രസ് പ്രവർത്തകൻ, അങ്ങനെ പല പല വിശേഷണങ്ങളാണ് ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്ക് നൽകിയിരുന്നത്. ഈ പ്രൊഫൈലുകൾ വഴിയായിരുന്നു പ്രചരണം. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഹമീദ് മിർ അടക്കം ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം നൽകുകയും ചെയ്തു എന്നു. ഇത് എത്രത്തോളം വിശ്വസനീയമായ തരത്തിലാണ് പാകിസ്ഥാൻ ഇത് നടപ്പാക്കിയത് എന്നത് വ്യക്തമാക്കുന്നതാണ് മാധ്യമ പ്രവർത്തകർ തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊക്കെ നൽകിയത്. ഏതു സമയവും ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. തിരിച്ചടി ഉണ്ടായാൽ അതിന് പ്രചരിപ്പിക്കേണ്ട വിഷ്വൽസും അതിന് പ്രചരിപ്പിക്കേണ്ട ഫോട്ടോയും വാർത്തയും ഈ വ്യാജ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ അവർ തയ്യാറാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആ മട്ടിലാണ് ഈ എപ്പോഴാണോ ഇന്ത്യൻ ആക്രമണം ഉണ്ടായത് അതിന് തൊട്ട് പിന്നാലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന വ്യത്യസ്തമായ എക്സ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം, സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലൊക്കെ നിറയെ സ്റ്റോറികളാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. മുൻകൂട്ടി തന്നെ എന്തായാലും പാകിസ്ഥാൻ തയ്യാറാക്കിയിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇത്തരം വ്യാജം പ്രചരിപ്പിക്കണമെന്ന്. ഇത് ഓരോന്നും എടുത്ത് ഫാക്ട് ചെക്ക് നടത്തി പാകിസ്ഥാൻ കള്ളം പറയുകയാണെന്ന് അതിനെ പൊളിച്ചടുക്കി പറഞ്ഞത് ശ്രീ മുഹമ്മദ് സുബൈറാണ്. രാത്രി മുതൽ തന്നെ മുഹമ്മദ് സുബൈറും ടീമും ജോലി തുടങ്ങിയിരുന്നു. ആൾട്ട് ന്യൂസിൽ ഓരോരോ വാർത്തകളായി വന്നുകൊണ്ടിരുന്നു. ഓരോ ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്, എന്നാണ് ഈ അപകടം നടന്നത്, ഏത് വിമാനത്തിൻ്റെ ചിത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, ഏത് സൈനികൻ എന്ന് കൊല്ലപ്പെട്ടതിൻ്റെ ചിത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുഹമ്മദ് സുബൈറും ആൾട്ട് ന്യൂസും പരസ്യമാക്കി. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ നീണ്ട ലിസ്റ്റും ഇവർ പുറത്തുവിട്ടു. ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വാർത്തകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ നിജസ്ഥിതി തിരിച്ചറിയാൻ വേണ്ടി ആശ്രയിച്ചത് ഈ മുഹമ്മദ് സുബൈറിനെ ആണ്. താനിത് പുതുതായി ചെയ്യുന്നൊന്നുമല്ലെന്നും വർഷങ്ങളായി ചെയ്യുന്ന ജോലിയാണ് ഇതെന്നൊക്കെയാണ് മുഹമ്മദ് സുബൈറിൻ്റെ പ്രതികരണം. ഇന്ത്യ സംയമനം പാലിച്ച ഈ ആക്രമണത്തിൽ 90% വ്യാജ വിവരങ്ങളും വരുന്നത് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണെന്നും സുബൈർ തന്നെ പറയുന്നു. ഗാസ യുദ്ധത്തിൻ്റെ ദൃശ്യങ്ങൾ മുതൽ ഇന്ത്യൻ വിമാനങ്ങൾ മുമ്പ് തകർന്നു വീണതിൻ്റെ ദൃശ്യങ്ങൾ വരെ ഉപയോഗിച്ചാണ് ഇവർ പ്രചരണം നടത്തുന്നതെന്നും തെളിവുകൾ നിരത്തിയാണ് സുബൈർ വാദിച്ചത്. ഇത് ആ സുബൈർ അല്ലേ എന്ന് സംശയിച്ചവർക്കുള്ള മറുപടി പറയും മുമ്പ് മറ്റൊന്നും കൂടി പറയാം. ഇവർ എടുത്തിട്ട ഈ വാർത്തകൾ ഇന്ത്യയിലെ 100 കണക്കിന് 1000 വരുന്ന ചെറുപ്പക്കാർ ഏറ്റെടുക്കുകയും അവർ ഓരോരുത്തരും ഈ ഹാൻഡിലുകൾക്ക് താഴെ വന്ന ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകളും വിവരങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ അനേകം 1000 വരുന്ന 10000 വരുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധത തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രധാനമായും മുഹമ്മദ് സുബൈറിൻ്റെ ഈ വാർത്തകളെയാണ്, റിപ്പോർട്ടുകളെയാണ് ആശ്രയിച്ചത്. പാകിസ്ഥാൻ ഒരു ഭാഗത്ത് സംഘടിതമായി ഇത് ചെയ്തുവെങ്കിൽ അതിന് മറുമരുന്നായി ഇന്ത്യയിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു പാകിസ്ഥാൻ്റെ അവകാശവാദം തെറ്റാണെന്ന്. പാകിസ്ഥാൻ സേനയെ തകർത്തത് ഇന്ത്യൻ സൈന്യമാണെങ്കിൽ, അവർക്ക് നേരെ തിരിച്ചടിക്കുന്ന ഇന്ത്യൻ സൈന്യമാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ സൈബർ ആക്രമണങ്ങളെ നേരിടാൻ മുഹമ്മദ് സുബൈറിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ 1000 ചെറുപ്പക്കാരാണ് മുന്നിലേക്ക് വന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ സംശയത്തിലേക്ക് നീങ്ങാം. അതുതന്നെയാണ്, അതേ മുഹമ്മദ് സുബൈർ തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയവും ഇന്ത്യയിലെ വിവിധ സർക്കാരുകളും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഒന്നിനു പിറകെ ഒന്നായി കേസുകളിൽ കൊടുക്കുകയും 1 മാസത്തോളം ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത അതേ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഇതേ മുഹമ്മദ് സുബൈർ തന്നെയാണ് അന്ന്
രാജ്യത്തിന് ഈ വിവിധ പാർട്ടികളൊക്കെ ഈ രാജ്യത്തെ തീവ്ര വലതുപക്ഷ കക്ഷികളൊക്കെ പ്രചരിപ്പിച്ചിരുന്ന പല സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വാർത്തകളായും അല്ലാതെയും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നതിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണോ പാകിസ്ഥാൻ കള്ളം പറഞ്ഞത് അത്തരത്തിലേക്കുള്ള കള്ളങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി നിന്നത് അതേ സുബൈർ തന്നെയാണ് ഇന്നിപ്പോൾ രാജ്യത്തിന് ആപത്ത് വന്നപ്പോൾ രക്ഷകനായി നിന്നത്. ഈ മുഹമ്മദ് സുബൈറിനെ പാകിസ്ഥാനി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരുണ്ട്. നിനക്ക് പാകിസ്ഥാനിൽ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ മുന്നിലാണ് ഇന്നിപ്പോൾ ഹീറോ ആയി നിൽക്കുന്നത്. തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നുള്ള വ്യാജ അവകാശവാദങ്ങളും വാർത്തകളും ഒക്കെ നിരവധി തവണ വസ്തുതകൾ നിരത്തിയാണ് ഈ മുഹമ്മദ് സുബൈർ പൊളിച്ചടുക്കിയത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവരുടെ കണ്ണിലെ കരടായി മാറിയത്. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ട്വീറ്റിൻ്റെ പേരിലടക്കം ഹിന്ദുമതത്തെ അപമാനിച്ചെന്ന പേരിൽ മുഹമ്മദ് സുബൈറിനെതിരെ കേസ് നേരിടേണ്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് എന്നതോർക്കണം. എന്തായാലും ഇന്ത്യ അപകടത്തിൽ നിന്നപ്പോൾ, ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണം നടന്നപ്പോൾ ആ രാത്രി അതേ മണിക്കൂറിൽ തന്നെ ഉണർന്നിരുന്ന തൻ്റെ ടീമിനെ മുഴുവൻ വർക്ക് ചെയ്യിച്ചുകൊണ്ട് ഓരോ വാർത്തയുടെയും ഓരോ വിഷ്വൽസിൻ്റെയും ഓരോ ചിത്രങ്ങളുടെയും ഓരോ വീഡിയോയുടെയും പിന്നിലെ യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും തുടർച്ചയായി ഇത്തരം ഹാൻഡിലുകൾ ഇടുന്ന ഹാൻഡിലുകളുടെ ലിസ്റ്റ് അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് ഇന്ത്യയിൽ ഇത്തരം വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഇന്ത്യൻ മാധ്യമങ്ങളിലെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അങ്ങനെ വ്യാപകമായി പ്രൊഫഷണൽ മാധ്യമങ്ങൾ ഒഴികെ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊന്നും ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. അവരുമൊക്കെ ചേർന്ന് അറിയാതെ പ്രചരിപ്പിച്ചേരെ പല ഹാൻഡിലുകളുമൊക്കെ വന്നത് ദേശസ്നേഹി എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടം നമ്മുടെ ഒരു വിമാനം അവിടെ തകർന്നു വീണുപോയി, നമ്മൾ ഇത്രയൊക്കെ ആക്രമിച്ചപ്പോഴും ഒരു വിമാനം തകർന്നു പോയതിൻ്റെ വേദനയൊക്കെ പങ്കിടുമ്പോൾ അത് ശരിയാണെന്നൊക്കെ ചിന്തിച്ച മനുഷ്യരൊക്കെ ഉണ്ട്. തുടക്കത്തിൽ ഒരുപാട് ആളുകൾക്ക് അത്തരം സംശയങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാമാണ് പാകിസ്ഥാൻ്റെ ഒരു മാസ്റ്റർ പ്ലാനെയാണ് മുഹമ്മദ് സുബൈർ പൊളിച്ചടിക്കിയത്. ഇപ്പോൾ തികച്ചും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഹീറോ ആയി തന്നെ മുഹമ്മദ് സുബൈർ എന്ന ഫാക്ട് ചെക്കർ മാധ്യമപ്രവർത്തകൻ മാറുന്നു എന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി കൂടിയാണ്.